ഒരു എ ഐ എഞ്ചിനീയറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ടുഡേ ഇൻ ദിസ് വീഡിയോ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ബിൽഡ് ചെയ്യുന്ന സിസ്റ്റംസ് ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ട് കോഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യണം. അതായത് യൂസർ ഒരു പേയ്മെൻറ്റ് നടത്തി, ആ പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ സക്സസ് സ്ക്രീൻ കാണണമെന്ന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത്. പക്ഷേ ഒരു എ എഞ്ചിനീയർ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അവർ ഓട്ടോമേറ്റ് ചെയ്യുന്നത്? യൂസിങ് ഡാറ്റ. അതായത് കമ്പനീൻ്റെ ഒരു ലാർജ് ഡാറ്റ സെറ്റ് ഉണ്ടാവും. ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു സിസ്റ്റത്തിനെ ലേൺ ചെയ്യിക്കും. ലേൺ ചെയ്തിട്ട് സിസ്റ്റം ഒരു ടാസ്ക് വരുന്ന സമയത്ത് സ്വയം തീരുമാനം എടുത്തിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും. അവിടെ എന്തില്ല, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്തിട്ടില്ല. പകരം ആ സിസ്റ്റം തന്നെ ഡിറ്റക്റ്റ് ചെയ്യും, ഇങ്ങനെ വന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യം ആ സിസ്റ്റത്തിന് അറിയാം. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന പണിയാണ് ആക്ച്വലി എ എഞ്ചിനീയർ എന്ന് പറയുന്നത്. പിന്നെ എ എഞ്ചിനീയേഴ്സ് എക്സിസ്റ്റിംഗ് മോഡൽസ്, ഇപ്പം ഓൾറെഡി ഉള്ള മോഡൽസ് ഇല്ലേ, ഇപ്പം ഓപ്പൺ എഐൻ്റെ ആയിക്കോട്ടെ, ഗൂഗിളിൻ്റെ ആയിക്കോട്ടെ, ജെമിനൈൻ്റെ ആയിക്കോട്ടെ, ആ മോഡൽസൊക്കെ എക്സിസ്റ്റിംഗ് അപ്ലിക്കേഷനിൽ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ അവരുടെ വേറൊരു റോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡാറ്റ ഒക്കെ വരുന്ന ടൈമിൽ ആ ഡാറ്റ ഫർദർ ക്ലീനപ്പ് ചെയ്യണമെങ്കിൽ അല്ലെ റിഫൈൻ ചെയ്യണമെങ്കിൽ അവർക്കത് ചെയ്യാം. അപ്പോൾ എത്രത്തോളം ഡാറ്റ റിഫൈൻ ചെയ്യുന്നതോ അത്രത്തോളം ഈ മോഡൽസിൻ്റെ ഔട്ട്പുട്ട് അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ബിൽഡ് ചെയ്യാമെന്നാണ് ആക്ച്വലി എ എഞ്ചിനീയേഴ്സിൻ്റെ പണി. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്രീ ഡിഫൈൻഡ് റൂൾസ് ഫോളോ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി ഫ്യൂച്ചറിലേക്ക് എ എഞ്ചിനീയേഴ്സിൻ്റെ റോളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ടൈറ്റിലൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.